സ്റ്റാൻസ്വാമിയെ വന്ധ്യവയോധികനായ ഒരാളെ ജയിലിൽ പാർക്കിൻസൺ ഡിസീസ് കൊണ്ട് 2 കൈയും കൂട്ടിപ്പിടിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വയ്യാത്തൊരു വന്ധ്യവയോധികനെ ക്രിമിനലാണ് എന്ന് പറഞ്ഞ് ചങ്ങലക്കിട്ട് ജയിലിലിട്ട് കൊന്ന ഭരണകൂടമാണ്. ചങ്ങലക്കിട്ട് ഭരണകൂടം. ഒരു സ്ട്രോ പോലും ചോദിച്ചിട്ട് കൊടുത്തില്ല. വെള്ളം കുടിക്കാൻ, വെള്ളം കൈ ചേർത്ത് പിടിച്ച് പാർക്കിൻസൺ ഡിസീസ് ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു വന്ധ്യവയോധികനെ ജയിലിൽ ചങ്ങലക്കിട്ട് കൊന്ന ഭരണകൂടമാണ്. അവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം. ഇത് രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ സംരക്ഷണത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നത്. ലംഘനമാണ്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും. 2023 ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് കേക്കുകളുമായി അരമനകൾ കയറി ഇറങ്ങുന്നതെന്നൊരു വാചകം 2023 ക്രിസ്മസ് കാലത്ത് പറഞ്ഞ അത് യാഥാർത്ഥ്യമായി. 2025 അത് യാഥാർത്ഥ്യമായി. ജൂലൈ മാസത്തിൽ അത് യാഥാർത്ഥ്യമായി. 2023 പറഞ്ഞ അതേ വാചകം ഇന്നിപ്പോൾ സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം ആ വാചകങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കേക്കുമായിട്ട് പോയത് ഇതെല്ലാം കബളിപ്പിക്കലായിരുന്നു, രാജ്യത്തുടനീളം നടന്നത്. അത് പ്രതിരോധത്തിലാവുമ്പോൾ ആർക്കെതിരെ എന്തെല്ലാം ആക്ഷേപം ഉന്നയിക്കാം. ഈ നിയമമൊന്നും കൊണ്ടൊന്നും ഞങ്ങളുടെ കാലത്തൊന്നുമല്ല ഈ നിയമം. ഇത്തരം ഒരു നിയമം കൊണ്ടൊന്നിട്ടില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വാക്കായിരുന്നു ഈ മതപരിവർത്തന നിയമം എന്നുള്ളത് റദ്ദാക്കുമെന്ന്. ഭരണം കിട്ടി 3ാമത്തെ ആഴ്ച തീരുമാനം എടുത്തു കർണാടക ഗവൺമെന്റ്. ഞാനാണ് അന്ന് ബാംഗ്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭയുടെ ഒരു ആവശ്യം ഈ നിയമം മാറ്റണമെന്ന് പറഞ്ഞു. അന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി കർണാടകയിലെ ലീഡർഷിപ്പ് നൽകിയ ഉറപ്പ് അവരെ അറിയിച്ചത് ഞാനാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച് 3 ആഴ്ചക്കുള്ളിൽ ആ നിയമം കർണാടകത്തിൽ BJP ഗവൺമെന്റ് കൊണ്ടുവന്നു. നിയമം സിദ്ധരാമയ്യ ഗവൺമെന്റ് പിൻവലിക്കുകയുണ്ടായി. ഇതാണ് നടന്നത് യഥാർത്ഥത്തിൽ. ഇത് ഇവര് മനഃപൂർവ്വമായി മതസ്പർദ്ധ ഉണ്ടാക്കി ഒരു 2 മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമം നടത്തി. ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നടത്തിയ ശ്രമം, അതിൻ്റെ പരാജയം കൂടിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ അവരുടെ ഭരണഘടനാപരമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കണം. അപ്പോൾ കേരളം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? എല്ലാ സമുദായങ്ങളും മതത്തിന് അപ്പുറത്തായിട്ട് കേരളത്തിൻ്റെ ഒരു മനസ്സുണ്ട്, ഒരു മതേതര മനസ്സ്. ആ മതേതര മനസ്സ് ഒരുമിച്ചായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഇവർക്ക് ജാമ്യം കിട്ടണം, അമ്മമാരാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വികാരത്തോടു കൂടിയാണ് കേരളത്തിലെ എല്ലാ മതസ്ഥരും നിന്നത്.